ജെറുസലേം ക്രിസ്തുമതത്തിൻ്റെ തൊട്ടിലായാണ് ജെറുസലേം അറിയപ്പെടുന്നത്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതം, മരണം, പുനരുദ്ധാനം, സ്വർഗാരോഹണം എന്നിവയ്ക്ക് സാക്ഷ്യം വഹിച്ച ഈ സ്ഥലം പെന്തക്കോസ്താ നാളിൽ സഭയുടെ ഉത്ഭവത്തിനും കാരണമായി. ഈശോ കുരിശുമരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നതിന് മുൻപ് കഴുതക്കുട്ടിയുടെ പുറത്തു കയറി ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തി. ജനക്കൂട്ടം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടി, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച ഈശോ അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെയെല്ലാം പുറത്താക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയം സകല ജനതകൾക്കുള്ള പ്രാർത്ഥനാലയമാണ്. അത് നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കരുത്. ജെറുസലേമിൻ്റെ പതനത്തെപ്പറ്റിയും ഈശോ പ്രവചിച്ചു. ജെറുസലേം നമ്മോട് പറയുന്നു, ആലയത്തിലേക്ക് തിരിച്ചു വരിക, എളിമയുള്ള ഹൃദയവുമായി. നമ്മുടെ ഉള്ളിലെ തിന്മകളെല്ലാം ദൂരെ അകറ്റുക, വിനീതരാവുക. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.